അതേപോലെ തന്നെ നമ്മൾ മലയാളികളായ നടന്മാർ അന്യഭാഷയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ മാർക്കോ തന്നെ അന്യഭാഷയിൽ ചേക്കേറി ഭാഷയുടെ അതിർവരമ്പുകൾ പിന്നിട്ടുകൊണ്ട് 100 കോടിയും കടന്ന് മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കോയും അതേപോലെ തന്നെ മദ്രാസുകാരനും നല്ല രീതിയിൽ തന്നെ വിജയിക്കട്ടെ. മലയാള ചിത്രങ്ങളും മലയാളികളായിട്ടുള്ള നടീനടന്മാരും എല്ലാ ഭാഷയിലും തിളങ്ങി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2025 എന്ന വർഷം മലയാളികളായ നടീനടന്മാരുടെ വർഷമായി തീരും. ഒരുപാട് റെക്കോർഡുകളും ഇനി ലാലേട്ടൻ്റെ ആയാലും മമ്മൂക്കയുടെ ആയാലും ഒരുപാട് നടന്മാരുടെ ചിത്രങ്ങൾ ഇറങ്ങാനുണ്ട്. അത് ഒന്നിനൊന്ന് തന്നെ മെച്ചമായിരിക്കും. ഒരുപാട് കോടികൾ തന്നെ നേടുമെന്നുള്ള ഇതിലോട്ട് ഡൗട്ടില്ല. നല്ലൊരു ചിത്രം തന്നെയാണ് മദ്രാസുകാരൻ. അതേപോലെ തന്നെ മാർക്ക്. വയലൻസ് ഒക്കെ എങ്ങനെയാണ്? വയലൻസ് അത്ര ഭയങ്കര ഇതായിട്ടില്ല, ചെറിയ രീതിയിലേക്ക് തന്നെയാണ്. സിനിമ ആദ്യം തന്നെ പറയേണ്ടത് സിനിമയായി മാത്രം കാണുക. സിനിമയെ ജീവിതവും ഈ വയലൻസായിട്ട് കൂട്ടിക്കുഴക്കരുത്. സിനിമയെ കണ്ട് ആസ്വദിച്ച് ആ രീതിയിൽ തന്നെ എടുക്കുക. അപ്പോൾ അതിന് പറ്റിയ ചിത്രമാണ് ഇപ്പോൾ പറഞ്ഞ മാർക്കും. അത് വയലൻസിന് പ്രാധാന്യം കൊടുത്ത് നല്ലൊരു ചിത്രം തന്നെയാണ്. നല്ലൊരു ഗംഭീര മേക്കിംഗ് തന്നെയായിരുന്നു. മലയാളത്തിൽ അങ്ങനത്തെ ഒരു മേക്കിംഗ് ഉണ്ടായിട്ടില്ല. നല്ലൊരു ചിത്രം തന്നെയായിരുന്നു മാർക്കോയും. അപ്പോൾ ഈ ഒരു മദ്രാസുകാരൻ എന്ന് പറഞ്ഞാൽ അത്ര വയലൻസ് ഇല്ലെങ്കിൽ പോലും എല്ലാവർക്കും കാണാവുന്ന രണ്ട് തരത്തിലുള്ള ചിത്രങ്ങളാണ്. രണ്ടും മികച്ച ചിത്രങ്ങളാണ്. നല്ല 2 ചിത്രങ്ങളും മാർക്കോ വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് വിജയത്തിലേക്ക് എത്തട്ടെ. അതേപോലെ തന്നെ മദ്രാസുകാരൻ. ഫൈറ്റൊക്കെ എങ്ങനെയാണ്? ഫൈറ്റൊക്കെ നല്ല ഫൈറ്റായിരുന്നു. ഒരുപാട് ഫൈറ്റുകളുണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. എല്ലാം വർക്കൗട്ടായിട്ടുണ്ട്. നല്ലൊരു ചിത്രം തന്നെയാണ്. നല്ല തമിഴ് പടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനൊരു 10 മണിക്ക് കയറിയില്ല, 10:30 കയറിയത്. അപ്പോൾ മുഴുവൻ കാണാൻ പറ്റിയില്ല, പകുതി കാണാൻ പറ്റില്ല. ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് തമാശയുണ്ട്. ഒരു കുടുംബം മലയാളം കൊണ്ട് വന്ന തമിഴ് പടത്തിന് പുള്ളി ആദ്യമായിട്ടാണ് പുള്ളി തമിഴ് പടത്തിന് പറ്റിയെന്ന് തോന്നുന്നത്. അപ്പോൾ ഒരു രസം. താങ്ക് യു. സിനിമ കരഞ്ഞു പോയോ? ഞാൻ ഇടയ്ക്കൊന്നും പറഞ്ഞേ. അടിപൊളി പെർഫോമൻസ് ആണ്. ഷൈനത്തിന് എന്താ പറയണത്? തന്നെ പറയാം. അദ്ദേഹം മികച്ച ഒരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു സ്റ്റോറി, ഒരു സംവിധായകൻ്റെ കയ്യടക്കം കാണുന്ന ഒരു ചിത്രം. തീർച്ചയായിട്ടും മലയാളികൾ നല്ല തമിഴ് സിനിമയെ ഏറ്റെടുക്കുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം മലയാളികൾ ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിലൊട്ടും ഡൗട്ടില്ല. സൈനികം, ആക്ഷന് എല്ലാം ചേർന്ന ഒരു ഫാമിലി സബ്ജക്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും കുടുംബവുമൊത്ത് കാണാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ് മദ്രാസുകാരൻ. തീർച്ചയായിട്ടും സൈനികം, മലയാളികളുടെ സ്വന്തം സൈനികം, ഈ ഒരു ചിത്രം നല്ലൊരു കഥാപാത്രമായി, നല്ലൊരു കഥ, നല്ലൊരു ഡയറക്ഷൻ എല്ലാം കൂടി ഒത്തിണങ്ങിയപ്പോൾ മലയാളിയായ എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു. എല്ലാ മലയാളികളും ഈ ഒരു ചിത്രം ഏറ്റെടുക്കും. തമിഴ് ചിത്രങ്ങളെ ഏറ്റെടുക്കുന്ന മലയാളികളാണ് നമ്മളെല്ലാം. തീർച്ചയായിട്ടും നല്ലൊരു സ്റ്റോറിക്ക് പ്രാധാന്യമുള്ളൊരു ചിത്രം തന്നെയാണ് സൈനികം തകർത്തിറങ്ങുന്നത്. നല്ലൊരു ചിത്രം.